hello, this is Mirosha from Newtons. നമ്മൾ ഇന്ന് 10th ഇംഗ്ലീഷ് ടേം 1 നമ്മൾ ഓൺ എക്സാമിന്റെ ആൻസർ കീ നോക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഏറ്റവും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നല്ലപോലെ തന്നെ എഴുതി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഓക്കെ ആണ്, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, കമന്റ് ഒക്കെ കിട്ടുള്ളൂ, പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് വേഗം തന്നെ എന്തിലേക്ക് പോവാം, ആൻസേഴ്സ് കീ നോക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന നമുക്കറിയാം സ്പിൽമാൻ ജർമ്മൻ ഓഫീസറിന്റെ ഒക്കെ ചാപ്റ്റർ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമ്മുടെ ലൈവില് പറഞ്ഞതാണ് ആദ്യം ക്വസ്റ്റ്യൻ, പിന്നെ വേണം പാസേജിലേക്ക് പോവാൻ. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, വാട്ട് വാസ് ദ അനൗൺസ്മെന്റ് ബ്രോഡ്കാസ്റ്റ് ഇൻ പോളിഷ്? പോളിഷിൽ പറഞ്ഞിരിക്കുന്ന അനൗൺസ്മെന്റ് എന്താണ്? അപ്പൊ എങ്ങനെയാ ഇതിലുള്ള അനൗൺസ്മെന്റ് ബ്രോഡ്കാസ്റ്റ് ഇവിടെ നോക്കുക. അപ്പൊ എന്നിട്ട് ഇങ്ങോട്ട് പോവാ പാസേജിൽ പോയിട്ട്. യെസ്, അനൗൺസ്മെന്റ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ പോളിഷ്, ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ലിബറേഷൻ ഓഫ് വാർ. സോ ഇന്ന് എഴുതി കഴിഞ്ഞാൽ എന്റെ കുട്ടികൾക്ക് ആ മാർക്ക് കൃത്യമായിട്ട് കിട്ടും. സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ ലോങ് ഡിഡ് ദ ആർട്ടിലറി ഫയർ കണ്ടിന്യൂ? എത്ര നേരം, ഹൗ ലോങ്, അതായത് ആ ടൈം പീരീഡ് ആണ് പറയേണ്ടത്. ആർട്ടിലറി ഫയർ എവിടെയാണ് നോക്കുക. യെസ്, ആർട്ടിലറി ഫയർ. യെസ്, അപ്പൊ എന്താണ് 3 hours എന്ന് കുട്ടികൾ എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് കിട്ടുമേ. യെസ്. പിന്നെ നോക്ക്, the sentence the ground and the walls of the building shook under the constant dull thunder suggests that. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രോങ് അല്ലെങ്കിൽ എന്താണ്, കൊടുങ്കാറ്റാണോ നിർത്തിയത്? അല്ല. ഹെവി ആർട്ടിലറി, ഭയങ്കര വെടിവെച്ച ബഹളമൊക്കെ ആയിരുന്നോ? നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതല്ല, ഇത് ആണ്. പിന്നെ എന്താ, ബിൽഡിംഗ് വാസ് കൊളാപ്സിങ്, ആ ഒരു ബിൽഡിംഗ് തകർന്ന് വീഴാണോ? അല്ല, അതൊന്നും അല്ല ശബ്ദം കേട്ടത്. പിന്നെ എന്താ, നെറേറ്റർ വാസ് ഇമാജിനിങ് സൗണ്ട്, വെറുതെ ഇമാജിൻ ചെയ്യുന്ന കാര്യമായിരുന്നു. അതുമല്ല. അപ്പൊ ബി ആണ് എന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? വേഗം തന്നെ നമുക്ക് അടുത്തേക്ക് പോവാം. വാട്ട് വാസ് ദ എഫക്ട് ഓഫ് ആർട്ടിലറി ഫയർ ഓൺ സ്പിൽമാൻ? സ്പിൽമാൻ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്തത് എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഹി കുഡ്ന്റ് സ്ലീപ് ഓൾ നൈറ്റ്. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയോ? ഉറങ്ങാൻ പറ്റിയില്ല. ഹി വാസ് ഹെവിലി വൗണ്ടഡ്. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയായിരുന്നു? ഇല്ല, അതില്ല. ഹി ഫിയർഡ് ദാറ്റ് ഹി കുഡ് ബി കിൽഡ് എനി മൊമെന്റ്. ഈ നിമിഷം അദ്ദേഹം മരണപ്പെടുന്ന ആലോചിച്ചോ? അത് ആലോചിച്ചു. ഹി വാസ് എക്സൈറ്റഡ് അബൌട്ട് ദ വാർ. അദ്ദേഹം വാർ കൊണ്ട് എക്സൈറ്റഡ് ആയിരുന്നോ? ഒരിക്കലുമില്ല. ശരി, അപ്പൊ ഏതാ ശരിയാവുക? 1ഉം 3ഉം ആണ് ശരിയാവുക. അപ്പൊ ഏത് ഓപ്ഷൻ ആയിരിക്കും? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്, നമുക്ക് അടുത്തേക്ക് പോവാം. ഐഡന്റിഫൈ നോൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ആൻഡ് വേർബ് ഫ്രേസ്. നോൺ ഫ്രേസും വേർബ് ഫ്രേസും കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ പറഞ്ഞാണ്. ഉറപ്പായിട്ട് ഈ ചോദ്യം ഉണ്ടാവും പറഞ്ഞായിരുന്നു അല്ലെ. ഓക്കെ, നമുക്ക് സെന്റൻസ് നോക്കാം. ലൗഡ് സ്പീക്കേഴ്സ് സെറ്റ് അപ്പ് സംവെയർ നിയർ ബൈ വർ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെന്റ്സ് ഇൻ പോളിഷ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? എല്ലാ വാക്കെടുത്തിട്ടും അത് വേർബ് ആണോ നോക്കുക. വേർബ് തുടങ്ങുന്ന തൊട്ട് നമ്മുടെ വേർബ് ഫ്രേസും ബാക്കി ഇങ്ങോട്ടെല്ലാം നോൺ ഫ്രേസും ആയിരിക്കും വരിക. റേഡിയോ വേർബ് ആണോ? അല്ല. ലൗഡ് സ്പീക്കർ വേർബ് ആണോ? സെറ്റപ്പ് ചെയ്യാം വേർബ് ആണോ? അല്ല. സംവെയർ നിയർ ബൈ എവിടെയോ ഉള്ളത്, അത് വേർബ് ആണോ? അല്ല. വേർ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഓക്സിലറി വെർബ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്യുക. ബാക്കി ഇങ്ങോട്ട് ഇവിടം മുതൽ ഇവിടം വരെ നമ്മുടെ നോൺ ഫ്രേസ് ആയിരിക്കും വരിക. ഇങ്ങോട്ട് വേർഡ് ഫ്രേസ് ആയിരിക്കും വരിക. സെറ്റ് അല്ലേടാ? കുറച്ച് കൺഫ്യൂസിങ് ആയല്ലേ? നാളെ എന്താക്കണം, എന്തിനെ കുറിച്ചാണോ സെന്റൻസ് പറയുന്നത് അത് നോൺ ഫ്രേസ് എന്ന് മനസ്സിലാക്കുക. എന്താണോ പറയുന്നത് അതാണ് വേർഡ് ഫ്രേസ്. സെറ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, നമുക്ക് ഏറ്റവും ഉറപ്പുള്ളൊരു ചോദ്യമായിരുന്നു. ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ എന്തായാലും ചോദ്യം വന്നിരിക്കും നമുക്ക് അറിയാമായിരുന്നു അല്ലേ. യെസ്, ആ ഒരു ചോദ്യം തന്നെ വന്നിരിക്കുന്നത്. അതിന്റെ അപ്രീസിയേഷനും വന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാനുള്ള ചോദ്യം വന്നിട്ടുണ്ട്. നോക്ക്, 6ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. വെൻ വാസ് ദ കിങ്ലി ക്രൗൺ പ്രസന്റഡ് ടു സീസർ? എന്നായിരുന്നു? വെൻ, എപ്പോഴായിരുന്നു? സിറ്റുവേഷൻ എന്തായിരുന്നു? അപ്പോ കിങ്ലി ക്രൗൺ കണ്ടുപിടിക്കുക. ഇവിടെ നമ്മുടെ സ്റ്റാൻസയില് കണ്ടുപിടിച്ചല്ലേ. യെസ്, എപ്പോഴാ? 3 തവണ കൊടുത്തു. എവിടെ വെച്ച്? ഓൺ ദ ലൂപ്പർക്കാൽ എഴുതി കഴിഞ്ഞാല് അത് ആൻസർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 മാർക്ക് നമുക്ക് കിട്ടും. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. What does the refusal of crown suggest about Caesar's character? അദ്ദേഹം ആ ക്രൗൺ റിജക്ട് ചെയ്തത് കൊണ്ട് സീസറിന്റെ എന്ത് ക്യാരക്ടർ ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? നമുക്കറിയാം സീസർ ആരായിരുന്നു. ആംബിഷ്യസ് ആയിരുന്നോ? ഒരിക്കലും അല്ല. നമുക്ക് സീസർ വാസ് ഇറസ്പോൺസിബിൾ. അദ്ദേഹം ഉത്തരവാദിത്തമില്ലാത്ത ആളായിരുന്നോ? അല്ല. അദ്ദേഹം എന്തൂസിയാസ്റ്റിക്, ആകാംക്ഷയുള്ള ആളായിരുന്നു? അങ്ങനെയൊന്നും തോന്നിയില്ല. നോക്ക്, സീസർ വാസ് നോട്ട് അംബീഷ്യസ്. അദ്ദേഹം അതിമോഹമുള്ള ആളായിരുന്നില്ല അല്ലേ. യെസ്. സീസർ വാസ് കവേർഡ്. അദ്ദേഹം ഒരു വിഡ്ഢിയായിരുന്നു? ഒരിക്കലും അല്ല. അപ്പൊ എന്താണ് 7ന്റെ ആൻസർ വരുന്നത്? സി ആണ്. ഹി വാസ് നോട്ട് അംബീഷ്യസ്. സീസർ വാസ് നോട്ട് നെവർ അംബീഷ്യസ് നമുക്കറിയാം. യെസ്. നെക്സ്റ്റ് നോക്ക്.
What was Antony's real purpose in giving the speech? Antony actually എന്താണ് സ്പീച്ച് പറയാനുള്ള റീസൺ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. To show that Caesar was a good leader. Caesar ഒരു നല്ല ലീഡർ ആയിരുന്നു അല്ലേ? യെസ്, അതാണ്. To make people aware that Caesar was not ambitious. അദ്ദേഹം ambitious ആയിരുന്നില്ലെന്ന് ആളുകളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതും അതെ. To make crowd rethink about Brutus' word. ബ്രൂട്ടസ് പറഞ്ഞ ആ വാക്കുകൾ ശരിയാണോ അല്ലയോ എന്ന് ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതും അതെ. പിന്നെ നോക്കിയേ, ടു ടേൺ ദ ക്രൗഡ് അഗെയിൻസ്റ്റ് ദ കോൺസ്പിറേറ്റേഴ്സ്. ഗൂഢാലോചനക്കാർക്കെതിരെ ഈ ക്രൗഡിനെ തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് നമ്മുടെ മാർക്ക് ആന്റണി. അതും ശരിയല്ലേ? അപ്പൊ ഓൾ ഓഫ് ദ ഫോർ അല്ലേ? അപ്പൊ എന്താ ഓൾ ദ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക് അടുത്തേക്ക് പോവാം. Identify the poetic device used in the line. നമ്മൾ എപ്പോഴും ഓൾവേസ് പറഞ്ഞ ആ ഒരു poetic device തന്നെയാണ് വന്നിരിക്കുന്നത്. Which he did twice refuse was his ambition. അദ്ദേഹം എന്താണ് 3 തവണ ഇത് റിഫ്യൂസ് ചെയ്യുന്നെങ്കിലും ഇത് അംബീഷൻ ആയിരുന്നു. എന്ത് വന്നു? യെസ്, ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് അവസാനിക്കുന്ന ആ ഇൻവേർട്ട് കോമിൽ ചോദിക്കുന്ന പോയിന്റ് ഡിവൈസ് എന്ത് തന്നെയായിരിക്കും എന്റെ കൂട്ടന്മാർക്ക് അറിയാം എന്താണ്? യെസ്, അത് റിട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. യെസ്, സെറ്റ് അല്ലേ? യെസ്, ഈസി ആയിരുന്നു അല്ലെ? അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ശരി, ആ 10ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സ് റോമൻ കൺട്രിമാൻ്റെ അപ്രീസിയേഷൻ ആയിരുന്നു. അതിൽ എന്തൊക്കെ പറയുന്നത്, അതിന്റെ തീം പറയണം. എന്താണ്? പവർ ഓഫ് സ്പീച്ച് നമുക്ക് പറയാം. അതുപോലെ തന്നെ പോയിന്റ് ഡിവൈസുകൾ, എത്രത്തോളം പോയിന്റ് ഡിവൈസ് ഉണ്ട്? ഹൈപ്പർബലെ, അലിട്രേഷൻ, വേർബൽ ഐറോണി, നമ്മൾ നേരത്തെ പറഞ്ഞ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്, അതെല്ലാം ചേർത്ത് അടിപൊളിയായിട്ട് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ തന്നിട്ടുള്ള ആ ഒരു അപ്രീസിയേഷൻ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അടുത്ത നോക്കാം. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. യെസ്, അതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നത് മാർക്ക് ആന്റണിയും മാർട്ടിൻ ലൂതർ കിങ്ങും പറഞ്ഞിരിക്കുന്ന 2 ഡിഫറെന്റ് സ്പീച്ച് ആണ്. അത് നിങ്ങൾ കോൺട്രാസ്റ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് അതിനെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതുക. മാർക്ക് ആന്റണി പറഞ്ഞ കാര്യം നമുക്കറിയാം. മാർട്ടിൻ ലൂതർ കിങ് ഈ ചാപ്റ്റർ അത്ര നല്ലപോലെ പഠിച്ചില്ല എങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ഒരു ഇംഗ്ലീഷ് സൂപ്പറായിട്ട് എഴുതാൻ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചോദ്യം നമുക്ക് അറ്റൻഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കൺട്രിയിലുള്ള ആളുകളെ പറ്റി, റേസിനെ പറ്റിയിട്ടെല്ലാമാണ്, അൺഫെയർ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല ലീഡർ ആയിരുന്നു അദ്ദേഹം, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ലീഡർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മാർക്ക് ആന്റണി പറഞ്ഞ കാര്യങ്ങളും കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്, മാർട്ടിൻ ലൂതർ കിങ് എന്താ പറഞ്ഞിരിക്കുന്നത് എഴുതിയാൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, നമുക്ക് നോക്കാം. പിന്നെ പുറത്തുനിന്ന് വന്നൊരു പാസേജ് ആയിരുന്നു അല്ലെ? നോക്ക്, ജാപ്പനീസ് ആൾക്കാർ എന്താ ചെയ്തത് എന്നുള്ള കാര്യം, ആ ഫിഫയിൽ എന്ത് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നത് കേട്ടോ. What did the Japanese fan do after the match? മാച്ചിന് ശേഷം അവർ എന്താ ചെയ്തത്? അവർ ലിറ്റർ എല്ലാം കളക്ട് ചെയ്ത് അത് വേസ്റ്റ് ബിന്നിലൊക്കെ, ഗാർബേജ് ബാഗിലൊക്കെ നിറച്ചു. ആ കാര്യമാണ്. ഓക്കെ, ആ സെയിം തന്നെ why did their action surprise the around the world? അവരുടെ ആ ഒരു ആക്ഷൻ എന്തുകൊണ്ടാണ് ലോകമെമ്പാടും ആൾക്കാർ ഞെട്ടിയത്? അങ്ങനെ ആരും ചെയ്യാറില്ല ഒരിക്കലും. എന്താണ്? fans did not do this because they were asked to do. ഇതും എഴുതാം. അതുപോലെ തന്നെ ഇത് ചെയ്ത് എന്തുകൊണ്ടാണ്? ഒരിക്കലും അവരോട് ചെയ്യാൻ പറഞ്ഞില്ല എങ്കിൽ പോലും അവരത് ചെയ്തു, അതുകൊണ്ടാണ് എല്ലാവരും സർപ്രൈസ് ആയത് എന്ന് നമുക്ക് എഴുതാം. പിന്നെ എന്താണ്? ഇതും ചേർത്ത് എഴുതാം കേട്ടോ. പിന്നെ ഇത് കൂടി എഴുതാം കേട്ടോ. കളക്ട് ലിറ്റർ പ്ലേസിംഗ് ഇറ്റ് ഗാർബേജ് ബാഗ് എന്ന് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമേ. യെസ്, നോക്ക് 13ാമത്തെ ചോദ്യം നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? കറക്റ്റ് ഏതാണ്? ജാപ്പനീസ് ഫാൻസ് ക്ലീൻ ദ സ്റ്റേഡിയം ആഫ്റ്റർ ദ മാച്ച്. അതെന്താണ്? ശരിയാണ് അല്ലെ? യെസ്. ഇവിടെ നോക്ക്, ജാപ്പനീസ് ഫാൻസ് were instructed by the official to collect the litter. ലിറ്റർ കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ നോക്ക്, cleanliness is deeply rooted to Japanese culture. അതെ, അത് അവർ അതുകൊണ്ട് തന്നെ കൾച്ചറിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. The incident received appreciation from the people across the globe. ലോകമെമ്പാടുമുള്ള ആളുകൾ അത് സപ്പോർട്ട് ചെയ്തു, അപ്രീഷിയേറ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? ഇതും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക. യെസ്, നമുക്ക് നോക്കാം. The incident became memorable mainly because the Japanese fans. എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് ഓർത്ത് വെക്കാൻ കാരണം? നോക്ക്, celebrated the team's defeat. അവരുടെ ടീം തോറ്റുപോയത് കൊണ്ട് അവർ എന്താണ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണോ? ഒരിക്കലും അല്ല. ഷോഡ് അറ്റ്മോസ്റ്റ് സിവിക് സെൻസ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു എല്ലാവർക്കും റിമാർക്കബിൾ ആയിട്ട് ഒരു സിവിക് സെൻസ്, ഒരു പൊതുബോധം കാണിച്ചത് കൊണ്ട് തന്നെയല്ലേ അവര് എന്തുകൊണ്ടായത് ഫേമസ് ആയത്, അല്ലെങ്കിൽ എല്ലാവരും ഓർത്ത് വെക്കാനുള്ള റീസൺ ആയത്? യെസ്, അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ബി ആണ്. യെസ്, നെക്സ്റ്റ് നോക്കാം. യെസ്, വന്നിരിക്കുന്നത് നമ്മളുടെ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സിന്റെ റിവ്യൂ എഴുതാനായിരുന്നു. അപ്പൊ റിവ്യൂ എങ്ങനെ എഴുതണം? ഹെഡിങ് എഴുതണം. എന്റെ കുട്ടികൾ സൂപ്പറായിട്ട് ഹെഡിങ് എഴുതിയിട്ടുണ്ട് എങ്കിൽ ഹെഡിങ് വേണം. അതുപോലെ തന്നെ നിങ്ങൾ അത് ക്രിട്ടിസൈസ് ചെയ്യണം. നിങ്ങൾ ആ
പാഠഭാഗം എങ്ങനെയാണ് വായിച്ചത്, എങ്ങനെയാണ് മനസ്സിലാക്കിയത്, ക്യാരക്ടേഴ്സിനെ എഴുതണം, തീം എഴുതണം. നമുക്കറിയാം അല്ലെ, മാജിക്കൽ റിയലിസം ആണ്, ക്യാരക്ടേഴ്സ് അറിയാം, പെലായോ, എലിസന്റെ, ഓൾഡ് മാൻ, എല്ലാം എന്തിന്റെയാണ്, ആ ഒരു എങ്ങനെയൊക്കെയാണ് ആൾക്കാർ പെരുമാറിയിട്ടുള്ളത്, അവിടെ പറഞ്ഞിരിക്കുന്ന സഫർ, എങ്ങനെയാണ് ഓൾഡ് മാൻ സഫർ ചെയ്ത്, ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എലമെന്റ്സ്, മാജിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ മാജിക്കൽ റിയലിസം എല്ലാം സൂപ്പറായിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ ഓൺ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഹെഡിങ് മാർക്കണ്ടാട്ടാ. യെസ്. അതിന്റെ ഓ ക്വസ്റ്റൻ ആയിട്ട് വന്നിരിക്കുന്നത് റൈറ്റപ്പ് ആണ്. നമ്മുടെ ഓൾഡ് മാനിൽ വളരെ നമുക്ക് ഹ്യൂമൻ കൈൻഡ്നെസിന്റെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഹ്യൂമൻ ക്ലോസ്നെസ്, അതായത് ക്ലോസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രൂരതയാണ് കേട്ടോ. മനുഷ്യന്റെ ക്രൂരത നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും കൈൻഡ് ആയിട്ടുള്ള കരുണയുള്ള മനുഷ്യനെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇവിടെ ഇൻ ദാറ്റിക്കില്. അപ്പൊ അത് രണ്ടും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി കൈൻഡ്നസ് സസ്റ്റെയിൻസ് ക്രൂവാലിറ്റി ഡിസ്ട്രോയ്സ്, കൈൻഡ്നസ് എപ്പോഴും റിമെയിൻ ചെയ്യും, ക്രൂവാലിറ്റി നശിക്കും അല്ലെങ്കിൽ ലോകം നശിപ്പിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനെപ്പറ്റി ഒരു റൈറ്റപ്പ്. അപ്പൊ ഹെഡിങ് എഴുതാ, അതിന്റെ ഗുഡ്, അതിന്റെ ബാഡ്, കൺക്ലൂഷൻ, നിങ്ങളുടെ വ്യൂ പോയിന്റ് എഴുതി അവസാനിപ്പിക്കുക. യെസ്. നോക്കാം. എലിസന്റയുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരുന്നു നമ്മുടെ ലൈവില് ഡിസ്കസ് ചെയ്തായിരുന്നു. അത് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് എഴുതാം. സ്റ്റോറി വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് റുട്ടൻ ബൈ, യെസ്, അതെല്ലാം ഗബ്രിയൽ ഗാർസിയ മാർക്വസ് എന്നെല്ലാം എഴുതിയിട്ട് നിങ്ങൾ എലിസന്റെ ആരായിരുന്നു, വൈഫ് ഓഫ് പെലായോ, അവർക്ക് കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ സാറ്റിൻ ഷൂസും പംസും അല്ലെങ്കിൽ ഇൻഡിസെന്റ് സിൽക്കിന്റെ ഡ്രസ്സ് വാങ്ങിച്ചത് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരുന്നു ഇത് ഈ ഒരു നമ്മുടെ ഓൾഡ് മാന് ഇങ്ങനെ കൂട്ടിലടിച്ച് പൈസ ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചതും അവരൊക്കെ തന്നെയാണ്. അപ്പൊ അതൊക്കെ മെൻഷൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫുൾ ഓൺ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ സ്പീച്ച് ആണ്, പക്ഷെ ശ്രീകാന്ത് പോലെ പറയുന്നല്ല, ശ്രീകാന്ത് പോലെ പറ്റി നമ്മൾ പറയുന്നതാണ്. അപ്പൊ നമ്മള് എന്ത് എഴുതിയാൽ മതി, അദ്ദേഹത്തിന്റെ ലൈഫിലെ സിറ്റുവേഷൻ എല്ലാം മെൻഷൻ ചെയ്ത് അവിടെ ഹി അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ശ്രീകാന്ത് പോലെ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ഒരു ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ ലൈഫ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. സെറ്റ് അല്ലേ? യെസ്. നോക്ക്, അടുത്തത് ഒരു ഇമെയിൽ ആണ്. ഇമെയിൽ എന്തൊക്കെ വേണം, ഫ്രം, യെസ്, ടു, പിന്നെ സബ് വേണം. ഒരുപാട് ആൾക്കാർക്ക് അയക്കാൻ, ഒഫീഷ്യൽ ആണെങ്കിൽ CC ഇടാം, കാർബൺ കോപ്പി ഇടാം. പിന്നെ നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കുക, പിന്നെ ഡിയർ സർ, റെസ്പെക്റ്റഡ് സർ എന്തെങ്കിലും കൊടുക്കുക, എഴുതാ, റിഗാർഡ്സ്, പിന്നെ നെയിം. അല്ലാതെ സൈൻ എങ്ങാനും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകുമേ. ഓക്കെ, ബോക്സിലെല്ലാം സെറ്റ് ആവണം കേട്ടോ. എവിടെ പോയി സൈൻ ഇടും നമ്മള്? ശരി ശരി. ഓക്കെ, അപ്പൊ ഡിസ്ട്രിക്ട് കളക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു ഇമെയിൽ ആണ് കേട്ടോ. ആരെപ്പറ്റി, നമ്മൾ ഓൾഡ് മാനെ കാണാൻ വന്ന ഒരാളില് ഇയാളോട് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റി സങ്കടം തോന്നി ഡിസ്ട്രിക്ട് കളക്ടറിന് അയക്കുന്ന ഒരു പരാതിയാണ് ഈ ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓപ്പറേഷൻ തൂഫാനെ പറ്റി ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞും കേട്ടും എല്ലാം അറിയാം എന്തിനെ പറ്റിയിട്ടാണ്. ഈ നാർക്കോ ഹണ്ടാന്ന് നമുക്കറിയാം, ഈ ഡ്രഗ്സും എല്ലാത്തിനെ പറ്റി, ആ ചെയിൻ എല്ലാം പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് എന്ത് വേണം? ഹെഡ്ലൈൻ വേണം. ഓക്കെ, ഹെഡ്ലൈൻ വേണം. എന്റെ കുട്ടികൾ എഴുതിയിട്ടുണ്ടാകും, വിശ്വസിക്കുന്നു. നമുക്ക് ബൈലൈൻ വേണം. ബൈലൈനിൽ എന്ത് വേണം? സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് വേണം. ഡേറ്റ് ലൈൻ വേണം, ഡേറ്റ് വേണം. പിന്നെ പ്ലേസ് എഴുതുക. പിന്നെ നമ്മുടെ വാർത്ത എഴുതി തുടങ്ങുക, ഒരു ബോക്സിലാക്കുക. വാർത്ത എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതിയാവുമേ. എവിടെയാണ് പ്ലേസ്, എന്താണ് നടന്നിരിക്കുന്നത്, ഓക്കെ, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി നടക്കുകയാണ് അല്ലെ. ഓപ്പറേഷൻ തൂഫാനെ പറ്റിയിട്ട് ഒരു ചർച്ചയെല്ലാം നടക്കുകയാണ്. അപ്പൊ അതിനെല്ലാം പറ്റി ഇനോഗ്രൽ സെറമണി ഇങ്ങനെയാണ്, ഇവിടെയാണ്, അതെല്ലാം പറഞ്ഞ് മെൻഷൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഫുൾ ഓൺ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. യെസ്. ബാക്കി നോക്കാം. യെസ്, നേച്ചർ ക്ലബ്ബ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്ലോത്ത് ബാഗിനെ പറ്റി ഒരു പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ കാണാറുണ്ട്? ആ പ്രോഡക്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്, എത്രത്തോളം ഉണ്ട്, അതിന്റെ യൂസേജ് എന്താണ് എന്നെല്ലാം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് ജിങ്കിള് നേരെ എഴുതിയാലും മതി, പ്രശ്നമില്ല. അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഫുൾ ഓൺ ഫുൾ മാർക്ക് നമുക്ക് കിട്ടുമേ. യെസ്. പിന്നെ നോക്കിക്കാൻ അതിന്റെ ബീപ്പായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ പിക്ചർ നോക്കിയിട്ട് അതിന് മാച്ചിങ് ആയുള്ള പ്രോവർബ്, ആ പഴഞ്ചൊല്ല് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതുക. സിമ്പിൾ ആണ്. പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ കുറച്ച് മതി കേട്ടോ, ഒരു ഹാഫ് പേജ് തികച്ചു വേണമെന്നില്ല, ഒരു കുഞ്ഞു പാരഗ്രാഫ് എഴുതുക. നോക്ക്, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. പയ്യെത്തുന്ന പണിയെന്നൊക്കെ പറയില്ല, അതുപോലത്തെയാണ് കേട്ടോ. മെല്ലെ ചെയ്താൽ മതി. ഒരു കാര്യം ചെയ്താൽ മതി, ബെറ്റർ ആയിട്ട് തന്നെ ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, 2 many cooks spoil the broth. കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാണ്ടാക്കാന്നൊക്കെ പറയാറില്ലേ? അപ്പൊ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതാണ് ഇവിടെ മാച്ച് ചെയ്യുന്നത്. ഒരിക്കലും അല്ല. റോളിംഗ് സ്റ്റോൺ ഗ്യാദർ നോ മോസ്. റോളിംഗ് സ്റ്റോൺ ഒരിക്കലും വലിയ മോസ്, പച്ചപ്പ് ഒന്നും എടുക്കില്ല എന്നുള്ള കാര്യം പറയാം. അതൊന്നായിട്ട് ഇത് ബന്ധമുണ്ടോ? ഇല്ല.
അതൊന്നായിട്ട് ബന്ധം തോന്നുന്നില്ല. ഓക്കെ, ഡോണ്ട് ബൈറ്റ് ദ ഹാൻഡ് ദാറ്റ് ഫീഡ്സ് യു. നമ്മള് എന്താണ് ഊട്ടുന്ന കൈക്ക് ഒത്തരുത്, അതെന്താ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏത് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും? യെസ്. അപ്പൊ എന്താണ് സെറ്റ് ആയിട്ട് ഡി തന്നെ സെലക്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി നിങ്ങൾ എന്ത് എഴുതണം? ഒരു കുഞ്ഞു പാരഗ്രാഫ് എഴുതി പോകുക. യെസ്. നോക്ക്, പിന്നെ ബയോഗ്രഫിക്കൽ സ്കെച്ചാണ്. പ്രൊഫൈൽ റൈറ്റിംഗ് പ്രതീക്ഷിച്ച് പോയാലും കുഴപ്പമില്ല. ബയോഗ്രഫിക്കൽ സ്കെച്ചാണ്. ട്വിങ്കിൾ ഖന്ന ഏത് ചാപ്റ്റർ ആണ്? നമുക്കറിയാം അല്ലെ, ഫീനിക്സ് റോയ്സ് എഴുതിയിട്ടുള്ളത് അവരാണ്. അപ്പൊ അവർക്ക് വേണ്ടി ടൈറ്റിൽ കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് അവരുടെ ഏർലി ലൈഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂട്ടിച്ചേർത്ത് അവരുടെ ലൈഫിൽ വന്ന കാര്യങ്ങൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ട്, കുറച്ചും കൂടി എക്സാജറേറ്റ് ഒക്കെ ചെയ്ത് എഴുതുക. അതാണ് ബയോഗ്രഫിക്കൽ സ്കെച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് കൂട്ടിച്ചേർത്ത് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നല്ല ബെസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം. അടുത്തുള്ളത് ഇൻവിറ്റേഷൻ ആണ്. ഈവന്റ് ഇൻവിറ്റേഷൻ എന്തൊക്കെ വേണം? സ്കൂളാണെങ്കിൽ സ്കൂളിന്റെ പേര്, പരിപാടിയുടെ പേര്, പിന്നെ എന്താണ് നമ്മുടെ സല്യൂട്ടേഷൻ എല്ലാം കൊടുത്ത്, DTP ഡേറ്റ് ടൈം പ്ലേസ് എല്ലാം കൊടുത്ത് അവരെല്ലാവരും വെൽക്കം ചെയ്ത് എന്താണ് ഈ പരിപാടികളെല്ലാം ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മുടെ സൈനും എല്ലാം ഇട്ട് വേണം എന്ത് കൊടുക്കാൻ? ഇവന്റ് ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. സെറ്റ് അല്ലേ? എല്ലാം എഴുതിയിട്ടുണ്ടാവണം തോന്നുന്നു കേട്ടോ. ഓക്കെ, നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആക്കാനില്ല. പർപ്പസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ്, ടൈം, വെന്യൂ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മിസ് വിശ്വസിക്കുന്നു. യെസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 3 WH ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ വേർഡ് വേണം എന്റെ കുട്ടികളെ. ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം ഉണ്ടാവണം. പിന്നെ എന്ത് വേണം? അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്താണ് ഓക്സിലറി വെർബ്. നമ്മുടെ ഓക്സിലറി വെർബിൽ ഈസാം, വാർ അത് വേണം. പിന്നെ വേണം സബ്ജക്റ്റ്, പിന്നെ വേണം വെർബ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, 3 WH ക്വസ്റ്റ്യൻസും ഒരു yes or no ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. WH വെച്ച് നമുക്കറിയാം വോട്ട്, വെൻ, വേർ എല്ലാം ഉപയോഗിച്ച് ഈ തന്നിരിക്കുന്ന പാസേജ് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. yes or no എന്താണ്? യെസ് എന്നോ നോ എന്നോ ആൻസർ വരുന്ന ചോദ്യങ്ങൾ. നമ്മുടെ ആർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഡു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഒരു WH അല്ലാത്ത വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന yes or no ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചോദിക്കാം നമുക്ക്? എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു? സ്പൈഡറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സ്പൈഡർ വുമണിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ചോദിക്കാം? എന്താണ് നോക്ക്, the main attraction was the woman who had been changed into spider. അങ്ങനെയാണെങ്കിൽ what was the main attraction എന്ന് ചോദിക്കാലോ. എന്തൊക്കെ ചോദിക്കാം? സിമ്പിൾ ആയിട്ട് ചോദിച്ചൂടെ? യെസ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ബോക്സ് എന്നിട്ട് അതിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നതാണ്. നമ്മുടെ മൈക്കിൾ ജാക്സനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചോദ്യം നോക്കിക്കേ. Which album established Michael Jackson as a successful solo artist? അപ്പൊ സക്സസ്ഫുൾ സോളോ ആർട്ടിസ്റ്റ് എന്ന് വന്നിരിക്കുന്ന ആ ഒരു സെക്ഷൻ നോക്കിക്കേ. ഏതാ വന്നിരിക്കുന്നേ? യെസ്, സക്സസ്ഫുൾ സോളോ ആർട്ടിസ്റ്റ് എന്ന് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഏത് ആൽബം ആണ് അത്? യെസ്, ഓഫ് ദ വോൾ ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഓഫ് ദ വോൾ ആണ് കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ ഡസ് the song Man in the Mirror contribute development of the world? അപ്പൊ Man in the World നോക്കിയേ. Man in the World, yes, Man in the Mirror നോക്കാം കേട്ടോ. സോറി, Man in the Mirror നോക്കാം. അത് എങ്ങനെയാണ്? encouraging social responsibility എന്ന് എഴുതി കഴിഞ്ഞാല് മാർക്ക് കിട്ടുമേ. 24ാമത്തെ ചോദ്യം നോക്ക്. When was Jackson's best selling album released? അപ്പൊ ബെസ്റ്റ് സെല്ലിംഗ് എന്ന ആ ഒരു കീവേഡ് എന്റെ കുട്ടികൾ ആലോചിക്കുക. എന്നിട്ട് നോക്കാം. യെസ്, ബെസ്റ്റ് സെല്ലിംഗ് ആൽബം ഏതാണ്? ത്രില്ലർ ആണ് കേട്ടോ. ഓക്കെ, അല്ലേ? അപ്പൊ എന്താ? വെൻ വാസാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ത്രില്ലർ ആണ്. അപ്പൊ എന്താണ്? വെൻ. സമയം ഏതാ? വർഷം ഏതാ? 1892. അപ്പൊ എന്താണ്? അങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമേ. സിമ്പിൾ ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. യെസ്. നോക്ക്. Study the following statement and identify one that is do not reflect. Do not ആണ് കേട്ടോ. Present the table. ടേബിളിൽ പറയുന്നതല്ലാതെ തെറ്റുള്ള കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നോക്ക്. മൈക്കിൾ ജാക്സൺ യൂസ് മ്യൂസിക് ആസ് എ പ്ലാറ്റ്ഫോം ടു പ്രൊമോട്ട് ഇമ്പോർട്ടന്റ് സോഷ്യൽ മെസ്സേജ്. അത് ആക്ച്വലി ശരി, നല്ലൊരു കാര്യമല്ലേ? അപ്പൊ അത് ആക്ച്വലി നല്ല കാര്യമാണ്. ഓക്കെ, അത് നല്ല കാര്യമാണ്. ഡേഞ്ചറസ് raise awareness about environmental destruction and animal welfare. Dangerous actually അതിനെ പറ്റിയിട്ടാണോ പറഞ്ഞിരിക്കുന്നത്? അതിനെ പറ്റിയിട്ടായിരിക്കോ പറഞ്ഞിട്ടുണ്ടാവുക? നോക്കാം. യെസ്, ഒരിക്കലും നോക്ക്. ഡേഞ്ചറസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡേഞ്ചറസ് ഇതൊക്കെ അതിനെന്താ പറ്റിയാ പറയും? ഈക്വാലിറ്റിയെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്, ഒരിക്കലും അനിമൽ വെൽനെസിനെ പറ്റിയിട്ടല്ല. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താ? ഓൾ ദ ആൽബംസ് ലിസ്റ്റഡ് ഡീൽ മെയിൻലി എൻവയോൺമെന്റൽ ഇഷ്യൂസ്. എൻവയോൺമെന്റൽ ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് ആണോ? ഒരിക്കലും അല്ല. അദ്ദേഹം ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി എല്ലാം പറയാറുണ്ട്. ഒരു പർട്ടിക്കുലർ ഇഷ്യൂ മാത്രമല്ല പറയുന്നത്, എല്ലാത്തിനെ പറ്റി പറയാറുണ്ട്.
പിന്നെ നോക്ക് മൈക്കിൾ ജാക്സൺ ബെസ്റ്റ് സെല്ലിംഗ് ആൽബം റേസ് അവയർനെസ് റേഷ്യൽ ഇന്റഗ്രേഷൻ, അതായത് വർഗവർണ്ണ വിവേചനം പറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് സെല്ലർ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, അത് ആക്ച്വലി ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏതൊക്കെയാണ് നോട്ട് കറക്റ്റാ ചോദിച്ചിട്ടുള്ളത്? അപ്പൊ എന്താ? യെസ്. അപ്പോ നമ്മുടെ 2ഉം 3യുമായിട്ടുള്ള ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, യെസ്. ഇനി നമുക്ക് കുറച്ച് നമ്മൾ ഇട്ട് എല്ലാം ചെയ്യുന്ന അല്ലെ, ഇത് വെച്ചാൽ ഇത് മാച്ച് ആയിരിക്കും എല്ലാം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. പക്ഷെ എന്ത് ചെയ്യാ, കറക്റ്റ് പ്രിപ്പോസിഷൻ. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. The decided to put the angel on a raft ആണ് കേട്ടോ. The angel on a raft ആണ് വരുന്നത്. Okay, and fresh water with provisions for 3 days. 3 ദിവസത്തേക്ക് for 3 days എന്ന് വരും. And leave him to his fate and on the high seas when they went out into the courtyard at the first light of the dawn എന്നാണ് വരിക കേട്ടോ. And നോക്ക്, then they found the whole neighborhood in front of the chicken coop having fun with the angel. അപ്പൊ വിത്ത് ആണ് അതിൽ വരിക, with the angel, and the visitors were tossing him things to eat yes through the openings. ശരിയാണ് കേട്ടോ, through the openings. ഓക്കെ, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 3 മാർക്ക് നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടുമേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എടുത്ത പാസേജ് സിമ്പിൾ ഈസി പീസി എടുത്ത പാസേജ് ആയിരുന്നു. നോക്ക്, ബബ്ലു ന്യൂ ദാറ്റ് മോസ്റ്റ് വുമൺ എന്ന് പറഞ്ഞ സിംഗുലർ ആണ്, പക്ഷെ ഇവിടെ അങ്ങനെയാണ്, ഒരുപാട് സ്ത്രീകൾ എന്ന് വരണം. അപ്പൊ എന്ത് വേണം? വിമൻ എന്ന് വരണം. ഓക്കെ, ഈ വരണം കേട്ടോ. ഓക്കെ, യൂസ് അൺക്ലീൻ റാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്, പക്ഷെ സാനിറ്ററി നാപ്കിന്റെ പേഴ്സ് ആണോ? അല്ല, ഒരു തിങ് ആയതുകൊണ്ട് നമ്മളൊക്കെ അവിടെ എന്ത് എഴുതിയാൽ മതി? വിച്ച് എന്ന് എഴുതിയാൽ മതി. വിച്ച് മേഡ് ദം പ്രോൺ ടു ഡിസീസ്, അത് അവർക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇടവെട്ടി എന്ന് പറയാണ്. നോ വൺ എൽസ് അപ്പിയർഡ് ടു ബീൻ bothered. To be, ടൂന്റെ കൂടെ ഒരിക്കലും ബീൻ ഇങ്ങനെ വരില്ല. To be bothered. Okay, V3 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താ? To be എന്നേ വരുള്ളൂ. Looked at the little girls running around the neighborhood എന്ന് പറഞ്ഞിട്ടുണ്ട്. നൈബർഹുഡിന് എന്താണ്? ഒരു ഓ വേണം അല്ലേ, ഇവിടെ ഒരു ഓ വേണം. നൈബർഹുഡിന് എന്ത് വേണം? ഓ വേണം കേട്ടോ. യെസ്, they couldn't even buy a good pair of slipper. Good pair of slipper അല്ല, good pair of slippers. അതൊരു പ്ലൂറൽ വേർഡ് ആണ്, അപ്പൊ ലാസ്റ്റ് എസ് വേണം. സ്ലിപ്പേഴ്സ്. ഓക്കെ, ഹൗ കുഡ് ദേ ഈവൻ അഫോർഡഡ് ടു? അഫോർഡഡ് അല്ല, അഫോർഡ് മതി. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ 3 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോ. പാരാഗ്രാഫ് തന്നിരിക്കുന്നതില് എന്താ? നമ്മുടെ ഫ്രേസൽ വേർബ്സ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയുണ്ട്? പുട്ട് ഫോർവേഡ് ഉണ്ട്, മേക്കപ്പ് വൺസ് മൈൻഡ് ഉണ്ട്, ഗോ ഓൺ, ഗിവ് അപ്പ്, ലുക്ക് ഡൗൺ, ഫിഗർ ഔട്ട് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ആൻസർ വരുന്നു കേട്ടോ. ഓക്കെ, ശ്രീകാന്ത് വാസ് ബോൺ വിത്തൗട്ട് ഐസ്. മെനി പീപ്പിൾ ലുക്ക് ഡൗൺ. ഓക്കെ, ലുക്ക് ഡൗൺ ആണ് വരെ, ലുക്ക് ഡൗൺ and saw him as a burden. അദ്ദേഹത്തെ കണ്ടിരുന്നത്, കൺസിഡർ ചെയ്തിരുന്നത്, ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞാല് കൺസിഡർ ചെയ്തിരുന്നത്, ലുക്ക് ഡൗൺ ഓൺ. യെസ്, നോക്ക്, സം പീപ്പിൾ ഈവൻ ഡാഷ് എ സജഷൻ. എന്താണ്? കുറച്ച് പേര് പുട്ട് ഫോർവേഡ്, എന്താണ്? മുന്നോട്ട് വെച്ചു. എന്ത് വെച്ചു? സജഷൻ കൊടുക്കാറുണ്ട്. പുട്ട് ഫോർവേഡ് എന്നാൽ സജസ്റ്റ് ചെയ്യാറുണ്ട്. എന്താ സജസ്റ്റ് ചെയ്തത്? ആ കുട്ടീനെ ടു ബി സ്മോതേർഡ്, ശ്വാസം മുടിച്ച് കൊല്ലാനായിട്ട് പറയാറുണ്ട്. However, his parents never dash on him. എന്താണ്? ഒരിക്കലും അവരെ പാരന്റ്സ് എന്ത് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്? എന്ത് ചെയ്തിട്ടില്ല? ഗേവ് അപ്പ് ഓൺ ഹിം. ഒരിക്കലും അവന്റെ മുന്നിൽ അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് എന്താണ്? ഗീവ് അപ്പ് ചെയ്തിട്ടില്ല. അവരുടെ ആ പ്രതീക്ഷകളൊന്നും അവരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല, വേണ്ടാന്ന് വെച്ചിട്ടില്ല. ഓക്കെ, നോക്ക്, showered him with love and care. At first, his father could not എന്താണ്? How his son would fit into traditional farming model. ഒരിക്കലും എന്താ ഫിഗർ ഔട്ട്, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഫിഗർ ഔട്ട് ആണ് അവരാ മനസ്സിലാക്കാൻ, ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥം വരിക കേട്ടോ. യെസ്, നോക്ക്, later he dashed educate his son to help him build a better future. അപ്പൊ എന്താ? ലേറ്റർ, പിന്നീട് അച്ഛൻ എന്താണ്? അച്ഛൻ എന്ത് ചെയ്തു? മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. അങ്ങനെയാണ് വരാട്ടോ. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്താണ്? അദ്ദേഹം ഒരുക്കി, റെഡിയാക്കി എന്നൊക്കെ പറയില്ലേ? മെയ്ഡ് അപ്പ് സംവൺസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ റെഡിയാക്കി. ഓക്കെ, അതാണ് ആൻസർ വരിക കേട്ടോ. യെസ്, മെയ്ഡ് ഓഫ് സംവൺസ് മൈൻഡ് ആണ് ഇവിടെ വരിക. സെറ്റ് അല്ലേ? അടുത്ത് നോക്കാമേ. യെസ്, നമ്മൾ എപ്പോഴും പറഞ്ഞു അല്ലെ, ഡയലോഗ് കംപ്ലീഷൻ ഉറപ്പായിട്ടും വരും. അതിൽ എന്തൊക്കെ വരുന്നു പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ വെന്തിട്ടുമുണ്ട്. യെസ്, നോക്ക്, ടീച്ചർ എന്തോ ചോദ്യം ചോദിച്ചു, ശ്രീകാന്ത് യെസ് എന്നാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും? യെസ് ഓൺ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ എന്ത് ചോദിക്കാം? നിന്റെ അപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്തോ, അല്ലെങ്കിൽ അവിടെ അത് അക്സെപ്റ്റ് ചെയ്തോ? ഹാവ് ദേ അക്സെപ്റ്റഡ് യുവർ
അപ്ലിക്കേഷൻസ് എന്ന് ചോദിക്കാം ടീച്ചറിന്. അപ്പൊ എന്താണ് യെസ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്തിട്ടുണ്ട് എന്നായിരിക്കും. അപ്പൊ യെസ് ദേ ഹാവ് എന്താണ് ദേ ഹാവ് റിജക്റ്റഡ് പറഞ്ഞ അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ആക്സെപ്റ്റഡ് ആയിരിക്കില്ല. ഹാവ് ദേ റിജക്റ്റഡ് മൈ ആപ്ലിക്കേഷൻ യുവർ ആപ്ലിക്കേഷൻ എന്താ ചോദിക്കാം. ഹാവ് ദേ റിജക്റ്റഡ് മൈ ആയിരിക്കില്ല ഇവിടെ ടീച്ചർ ചോദിക്കുമ്പോ യുവർ applications question mark. ഓക്കെ അപ്പൊ എന്തായിരിക്കും യെസ് ദേ ഹാവ് റിജക്റ്റഡ് മൈ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പ്രശ്നമായി അല്ലെ. നോക്ക് യു ഫീൽ ഡിസപ്പോയിന്റഡ്. അപ്പൊ എന്താണ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് അത് എന്ത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ എന്താ അവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കോ. ഇല്ല. വെർബ് ഉണ്ട്, ഫീൽ ഉണ്ട്. ഫീല് V1 ആണ്. V1 ആണെങ്കിൽ ഡു ഡസ് ഡിഡ് ഏത് വരും. യെസ് ഡു ആയിരിക്കും വരാ. ഡു ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആക്കും. അപ്പൊ നമ്മൾ എന്താക്കണം ഡു എന്താക്കണം ഇൻഡ് ചേർക്കണം. അപ്പൊ എന്താ ഡോണ്ട്. അപ്പൊ ഇയാളും ഇപ്പുറത്തോട്ട് വരുമ്പോ ഡോണ്ട് യു എന്ന് വരും. അപ്പൊ എന്തായിരിക്കും വരെ ടാഗ് ഡോണ്ട് യു ഫീൽ ഡിസപ്പോയിന്റഡ് ഡോണ്ട് യു എന്ന് ചോദിക്കാം. യെസ് ഓഫ് കോഴ്സ് ബട്ട് ഇഫ് IIT doesn't want me I don't want it either. അപ്പൊ ടീച്ചർ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. അതിനൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചോദ്യമായിരിക്കും. SWH ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്താണ് മൈ നെക്സ്റ്റ് പ്ലാൻ ഈസ് ടു അപ്ലൈ ടു സം ടോപ്പ് യൂണിവേഴ്സിറ്റീസ്. എനിക്ക് നല്ല യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. പക്ഷെ എന്ത് ചോദ്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ ചോദിച്ചൂടെ. സിമ്പിൾ ആയിട്ട് വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ എന്ന് ചോദിക്കാം. പിന്നെ വന്നിരിക്കുന്ന യു ഹാഡ് ബെറ്റർ ഡാഷ്. യു ഹാഡ് ബെറ്റർ ആണെങ്കിൽ എപ്പോഴും എന്ത് വരാൻ പാടുള്ളൂ. V1 വരാൻ പാടുള്ളൂ. അപ്പൊ എന്താണ് ഷുവർ ഐ എം പ്ലാനിങ് ടു അപ്ലൈ ടു MIT സ്റ്റാൻഫോർഡ് ബെർക്ക്ലി കോർണൽ എന്ന് പറയുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റിയിലേക്ക് എന്താണ് അപ്ലൈ ചെയ്യാനാണ് എനിക്ക് താല്പര്യമുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹാഡ് ബെറ്റർ. അപ്പൊ മിസ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും ടീച്ചർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും. യു ഹാഡ് ബെറ്റർ അപ്ലൈ ടു ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാം. യു ഹാഡ് ബെറ്റർ അപ്ലൈ. ഓക്കെ അപ്ലൈ ടു ഗുഡോ ടോപ്പോ യൂണിവേഴ്സിറ്റീസ് എന്ന് അവർക്ക് പറയാം. ഓക്കെ അല്ലേ. സെറ്റ് അല്ലേ. പിന്നെ നോക്ക് പിന്നെ വന്നിരിക്കുന്നത് ഗുഡ് ഇഫ് യു വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റേ ഡിറ്റർമൈൻഡ് കോമ ഡാഷ് ഇഫ് ക്ലോസ് ആണ് വന്നിരിക്കുന്നത്. ഇഫ് യു വർക്ക് V1 ആണെങ്കിൽ വിൽ പ്ലസ് V1 ആയിരിക്കും. വുഡ് പ്ലസ് V1 ആയിരിക്കും. വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. യെസ് വിൽ പ്ലസ് V1 ആയിരിക്കും. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ ഗെറ്റ് സെലക്ടഡ് നമുക്ക് എഴുതാം അല്ലെ. യു വിൽ ഗെറ്റ് സെലക്ടഡ് എന്ന് ടീച്ചർക്ക് പറയാം അല്ലെ. സെലക്ടഡ് അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് കിട്ടുമേ. ഓക്കെ ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇവിടെ WH ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ആണ് കേട്ടോ. ഓക്കെ സെറ്റ്. പിന്നെ വന്നിരിക്കുന്നത് നിങ്ങൾ പേടിച്ചിരിക്കുന്ന സാധനമായിരുന്നു. പക്ഷെ മിസ് പറഞ്ഞാണ് WH ക്വസ്റ്റ്യനും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ജർമ്മൻ ഓഫീസർ ചോദിച്ചു വൈ ഡോണ്ട് യു ഹൈഡ് ഇൻ ദ ലോഫ്റ്റ് അബൌട്ട് ദ അറ്റിക്. അത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് എന്താ ഇൻഡയറക്ട് സ്പീച്ച് ആണ്. ജർമ്മൻ ഓഫീസർ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടിട്ട് വേറൊരാളോട് പറയുന്ന കാര്യമാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ എന്താ നമുക്ക് ചോദ്യമാണ് വൈ ഡോണ്ട് യു ചോദ്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം WH ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താക്കണം യെസ് ജർമ്മൻ ഓഫീസർ ആസ്ഡ് പിന്നെ WH ആയതുകൊണ്ട് ആ വേർഡ് താഴത്തേക്ക് എടുത്ത് എഴുതാം. ആസ്ഡ് വൈ ഇത്രയും ശരിയാക്കിയിട്ടുണ്ടാവില്ലേ. പിന്നെ എന്ത് എഴുതാം. പിന്നെ എന്ത് ചെയ്യണം. ജർമ്മൻ ഓഫീസർ ആസ്ഡ് വൈ അല്ലെങ്കിൽ ജർമ്മൻ ഓഫീസർ ആസ്ഡ് സ്പിൽമാൻ എന്ന് നമുക്ക് എഴുതാം കേട്ടോ. ജർമ്മൻ ഓഫീസർ ആസ്ഡ് സ്പിൽമാൻ വൈ ഇത്ര എഴുതാലോ. വൈ പിന്നെന്താണ് യു എന്തായി മാറും. യെസ് ഹി ആയിട്ട് മാറും. യു എന്തായിട്ട് മാറും ഹി. വൈ ഹി ഡിഡിന്റ്. ഓക്കെ ഡോണ്ട് എന്താവും ഇത് ഇങ്ങോട്ട് ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഡിഡിന്റ് ആവും കേട്ടോ. ഓക്കെ ഡിഡിന്റ്. ഡു എന്താവും ഡിഡ് ആവും. ഡിഡിന്റ്. വൈ ഹി ഡിഡിന്റ് ഹൈഡ് ഇൻ ദിസ് എന്താവും ദാറ്റ് ആവും. യെസ് ഇൻ ദാറ്റ് ലോഫ്റ്റ് above the attic എന്നായിരിക്കും ആൻസർ വരാം കേട്ടോ. ഓക്കെ അല്ലെ. above the attic. റിപ്ലൈ പറഞ്ഞെന്താ യെസ് സ്പിൽമാൻ റിപ്ലൈഡ് ദാറ്റ് എന്ന് നമുക്ക് പറയാം. യെസ് സ്പിൽമാൻ റിപ്ലൈഡ് ദാറ്റ്. എന്താവും ഹി ഹാഡ് എന്താവും യെസ് ഹാഡ് ആവും. ഹി ഹാഡ് യെസ് മിസ് ഇവിടെ കൃത്യമായിട്ട് എഴുതരാം. replied that he had എന്താവാ never. യെസ് ഇതങ്ങനെ സെയിം ആക്കാം കേട്ടോ. he had never noticed such a thing till now എന്താവും
then ആവും. ആ ഒരു ചേഞ്ച് മാത്രം എന്റെ കുട്ടികൾ ചെയ്താൽ മതി കേട്ടോ. സിമ്പിൾ ആയിരുന്നു, ഈസി ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ചോദ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു തരം എന്തായാലും കോൺവെർസേഷൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, അടുത്തേക്ക് പോവാം. തന്നിരിക്കുന്നത് എന്താണ്, ഇഡിയംസ് തന്നിട്ടുണ്ട്, സെയിങ്സ് തന്നിട്ടുണ്ട്, ചൊല്ലുകൾ തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് രണ്ടോടത്തും പ്ലേസ് ചെയ്യാം. അപ്പൊ മൂന്നിന്റെ മീനിങ് പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താണ്, എല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളൊരു ടോപ്പ് നോട്ട് സാധനം വെക്കില്ലേ, അതാണ് എന്താണ് ഐസിങ് ഓൺ ദ കേക്ക്. നമ്മൾ ഒരുപാട് കാര്യം ചെയ്തിട്ട് അതിന് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടി പൂക്കളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് താമര വെക്കില്ലേ, അതുപോലെ എന്താണ് ഭംഗിയാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം ഐസിങ് ഓൺ ദ കേക്ക്. റാക്ക് ഹിസ് ബ്രെയിൻ എന്ന് പറഞ്ഞാല് കുത്തി നടക്കുക, ഓക്കെ, എന്താ, അല്ലെങ്കിൽ തല പുണ്ണാക്കാന്നൊക്കെ പറയില്ല, അതുപോലെ ആക്കുന്നതാണ് റാക്ക് ഹിസ് ബ്രെയിൻ. അപ്പൊ എന്തായിരിക്കും പ്ലേസ് ചെയ്യേണ്ടി വരിക നോക്ക്. രാഹുൽ വാസ് സെലക്ടഡ് ടു റെപ്രസെന്റ് ഹിസ് സ്കൂൾ ഇൻ ദ സ്റ്റേറ്റ് ലെവൽ ക്വിസ് കോമ്പറ്റീഷൻ. ഹി ഹാഡ് ടു എന്ത് ചെയ്യേണ്ടതാണ്, റാക്ക് ഹിസ് ബ്രെയിൻ. എന്താണ്, അവന്റെ തലച്ചോറിന് തിക്കി നടക്കേണ്ടി വരാറുണ്ട്. അപ്പൊ എന്താണ് എയിൽ വരുന്നത്, റാക്ക് ഹിസ് ബ്രെയിൻ ആണ് വരിക. ടു റിമെമ്പർ ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ആൻഡ് ഡേറ്റ്സ്. അത് അവന് കുറെ എന്താണ് പണിപ്പെടേണ്ടി വന്നിട്ടുണ്ട്, തല കുറെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഡ്യൂറിംഗ് ദ കോമ്പറ്റീഷൻ രാഹുൽ ഫൗണ്ട് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്താണ് ഡാഷ് ആൻഡ് ആൻസർ ദം കോൺഫിഡന്റ്ലി. സുഖമായിട്ട് അവനെ എഴുതി. അപ്പൊ എന്താണ്, യെസ്, a piece of cake ആണ് വരിക. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അതൊക്കെ തന്നെയല്ലേ നിങ്ങൾ എഴുതിണ്ടാവുക. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും എന്താണ് ചെയ്യുന്ന കാര്യമാണ് ക്യാപ്ഷൻ ഇടല്, അല്ലെ? അപ്പൊ ആ ക്യാപ്ഷൻ ഇടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സുവർണ അവസരം കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്താക്കണം, സൂപ്പറായിട്ട് തന്നെ ക്യാപ്ഷൻ ഒക്കെ എഴുതിയിട്ടുണ്ടാകണം. വേണമെങ്കിൽ ഫ്ലൈ ഹൈ എന്ന് എഴുതാം, ഡ്രീം ബിഗ് എന്ന് എഴുതാം, അല്ലെ? ഇവിടെ എന്താ ഡ്രീം ബിഗ്, മിസ് പറയുന്നു ഡ്രീം ബിഗ്. നിങ്ങൾ എന്താ ചെയ്തെന്ന് കമന്റ് ചെയ്ത് കേട്ടോ താഴെ. ഓക്കെ, ഡ്രീം ബിഗ് അല്ലെങ്കിൽ ഫ്ലൈ ഹൈ എന്ന് വേണമെങ്കിൽ എഴുതാം. പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഹാപ്പി മൊമെന്റ്സ് എഴുതാം. വേണമെങ്കിൽ എന്ത് എഴുതാം, എൻജോയ് ലിറ്റിൽ തിങ്സ് എന്നോ എന്ത് വേണമെങ്കിൽ എഴുതാം. എൻജോയ് ദ മൊമെന്റ്സോ എന്ത് വേണമെങ്കിൽ എഴുതി കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടുമേ. അപ്പൊ എന്താഗ്രഹം ഉണ്ടാവും, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും നല്ലപോലെ തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാവും, പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും വന്നിട്ടുള്ളത്. അപ്പൊ എന്താ, കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ള അവസരം ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ഇനി നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ടേമിലേക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. അപ്പൊ എന്താക്കുക, സെറ്റ് തന്നെ പഠിക്കുക. നമുക്ക് അടുത്ത ടൈമിൽ വീണ്ടും കാണേണ്ടതാണ്. ഓക്കെ, യെസ്, ബൈ.